നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ദിവാകരൻ എന്നയാളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ദിവാകരൻ വെന്റിലേറ്ററിലായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. അപകടവുമായി ബന്ധപ്പെട്ട് നരഹത്യാ കുറ്റം ചുമത്തി 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കരയോഗം ഭാരവാഹികളായ സതീശൻ, ശശികുമാർ, കരാർ ജോലിക്കാരായ വിനോദ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്ഫോടനത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കളക്ടറോടും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും റിപ്പോർട്ട് തേടി. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അശ്വിൻ പാലാഴി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, 2 മരണം, യഥാർത്ഥത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 25-ലധികമാണ്. അതിൽ തന്നെ 4 പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ആശുപത്രിയിലെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ? വിജയകുമാർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രികളിലുമായാണ് 25ഓളം പേർ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 4 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായ വിഷ്ണുവിൻ്റെ മരണവാർത്ത പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ രാത്രി 7:30യോടുകൂടിയാണ് ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. ദിവാകരൻ എന്ന തൊഴിലാളിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്ന തൊഴിലാളിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 55 വയസ്സാണ് ദിവാകരനുള്ളത്. ദിവാകരന് 80%-ലധികം പൊള്ളലേറ്റിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ദിവാകരൻ വെന്റിലേറ്ററിലായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാത്രി ഒരു 7:15 ദിവാകരന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 2 മരണം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇനി ചികിത്സയിൽ ഗുരുതരമായ പരിക്കേറ്റ് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേര് കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. അവരുടെ നിലയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. നാളെ രാവിലത്തേക്ക് വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. ഒപ്പം മറ്റു 16 പേര് കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാത്രിയോടുകൂടി പകൽ കസ്റ്റഡിയിലെടുത്ത 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്ഷേത്രം ഭാരവാഹികളുണ്ട് അതിൽ. ഒപ്പം ഈ കരാർ ജീവനക്കാരായി ഈ പടക്ക നിർമ്മാണശാലയിലെത്തിയ 2 പേരുണ്ട്. അങ്ങനെ 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ക്ഷേത്രം കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെങ്കിലും അവരിന്ന് അവിടെ എത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു വിവരം നമ്മൾ അറിഞ്ഞിരുന്നു. എന്തായാലും അതടക്കം കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒപ്പം പടക്ക നിർമ്മാണശാലയുടെ ഉടമയടക്കം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അവരുടെ തിരുവനന്തപുരത്തെ സ്റ്റോറിലടക്കം ഇന്ന് പരിശോധനയും നടത്തിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ സ്വയം കേസെടുത്തിട്ടുണ്ട്, സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറോടക്കം ഇതിൻ്റെ പോലീസിനോട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണവും തേടിയിട്ടുണ്ട്. എന്തായാലും നാളെ കൂടുതൽ പരിശോധനകൾ സംഭവ സ്ഥലത്ത് നടക്കും. ഇന്ന് ഫോറൻസിക്കിൻ്റെ സംഘമെത്തി പരിശോധനാ സാമ്പിളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്താണ് അപകട കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതടക്കമുള്ള പുതിയ അപ്ഡേഷനുകൾ. ഒപ്പം നാളെ ഫയർഫോഴ്സിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്, പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടുണ്ട്. അതും നാളെ ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ നിർണായക സംഭവങ്ങൾ നാളെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ ഇരിക്കുകയുമാണ്. വിജയകുമാർ. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കരയോഗം ഭാരവാഹികൾ ഉൾപ്പെടെ കരാർ ജോലിക്കാർ ഉൾപ്പെടെ ഏതാണ്ട് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയും വരുന്നുണ്ട്. അതേസമയം തൃപ്പൂണിത്തുറയിലെ അനധികൃത വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 50-ലധികം കെട്ടിടങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. 15 ലക്ഷം രൂപ ലോണെടുത്ത് പണിത വീടാ മോനെ, പകുതി പോലും ആയിട്ടില്ല. ഞങ്ങൾ അടച്ചിട്ടില്ല. ഈ കൂലിപ്പണിക്കാർ കൊച്ചെന്ന് എവിടെ നിന്ന് ഉണ്ടാക്കാനാ? വണ്ടി ഓടിക്കണത്. അത് ഒരൊറ്റ പൊട്ടിത്തെറിയിൽ കണ്ണീരിലായത് 100 കണക്കിന് മനുഷ്യർ. ജീവൻ തിരിച്ചു കിട്ടി, എന്നാൽ ജീവിതം നഷ്ടമായ അവസ്ഥ. പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. അകത്തിരിക്കുമായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ടു. ഞങ്ങൾ വൈഫുണ്ടായിരുന്നു. വൈഫ് ഈ ഒരറ്റത്തായിരുന്നു, ഞാനിവിടെ. ഈ സമയത്ത് എന്താണ് ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണെന്ന് അറിയാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നടന്നു വരാൻ മേല, മുഴുവൻ ഗ്ലാസ്സാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടുകിട്ടാൻ തന്നെ കുറച്ച് സമയം എടുത്തു. വീടുകൾക്ക് വിള്ളൽ, ജനൽ ചില്ലുകൾ തകർന്നു, മേൽക്കൂര പറന്നുപോയി. കെട്ടിടങ്ങൾ പലതും ഉടൻ നിലംപതിക്കാറായ നിലയിലും. നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്.
ഇവിടെ വീടുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട്, ചുറ്റുമുള്ള വീടുകൾക്ക്. സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം. നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. നഷ്ടം കണക്കാക്കാൻ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന ആരംഭിച്ചു. കേടുപാടുകൾ സംഭവിച്ച വീട്ടുടമകൾ ക്യാമ്പിലുള്ള റവന്യൂ വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. പെട്ടെന്നുണ്ടായൊരു പൊട്ടിത്തെറി ഇക്കാണുന്ന ആളുകളുടെ ഒരു കാലത്തെ അധ്വാനം മുഴുവൻ കവർന്നെടുത്തു. ഇനി എന്ന് ആ നഷ്ടപരിഹാര തുക തിരികെ ലഭിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടൽ അനിവാര്യമായ വിഷയം. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഇന്നും പരിധിക്ക് പുറത്ത്. വയനാട് കാട്ടിക്കുളത്ത് ബേലൂർ മഗ്നയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം ഇന്നും നടപ്പായില്ല. മണ്ണുണ്ടി കോളനിയുടെ 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ തുടരുകയാണ് ആന. അടിക്കാട് നിറഞ്ഞ പ്രദേശമായതിനാൽ ദൗത്യം സങ്കീർണമാവുകയാണ്. നാളെ പുലർച്ചെ ആനയെ പിടികൂടാനുള്ള ശ്രമം പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് പുലർച്ചെ 3:30 റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ആന മണ്ണുണ്ടി കോളനിയുടെ 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ. മൂടൽമഞ്ഞൊഴിഞ്ഞതോടെ ദൗത്യസംഘം വനത്തിലേക്ക്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. ഒപ്പം 4 കുങ്കിയാനകളും. 2 തവണ ആനയെ ദൗത്യസംഘം നേരിൽ കണ്ടു. കുങ്കിയാനകളുമായി ചെല്ലുമ്പോൾ ആന ദിശ മാറി സഞ്ചരിക്കുന്ന സ്ഥിതി. വൈകിട്ട് 4:15 അടുത്തു കിട്ടിയപ്പോൾ മയക്കുവെടി വെച്ചു. പക്ഷേ അടിക്കാട് ചതിച്ചു. മാനന്തവാടി മൈസൂർ റോഡ് വഴി എത്തിച്ച് മയക്കുവെടി വയ്ക്കാനും ശ്രമമുണ്ടായി. അതും വിജയം കണ്ടില്ല. ഇരുൾ വീണപ്പോൾ ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. കാടിന്റെ ഭൂമിശാസ്ത്രം വെല്ലുവിളിയെന്ന് നോർത്തൺ CCF KS ദീപ. ടെറൈൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. ഇതിൽ ഈ ലെൻഡാന ഈ അണ്ടർഗ്രോത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ആന പമ്മി നിൽക്കുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയാൻ സാധിച്ചത് ബേലൂർ ഭാഗത്തും ഈ കോഫി പ്ലാന്റേഷൻസിലും മറ്റും നിന്നൊരു ടെറൈനിലുള്ള ആനിമൽ തന്നെയാണ്. അപ്പോൾ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളിലും ഈ അണ്ടർഗ്രോത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കുംകീസും ഉണ്ട്, പിന്നെ മച്ചാൻ വെച്ചിട്ടും നമ്മൾ ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത് 6 തവണ. ഒടുവിൽ 4:48 സിഗ്നൽ കിട്ടുമ്പോൾ ആന മണ്ണുണ്ടി കോളനിയുടെ 3 കിലോമീറ്റർ മാത്രം അകലെ. രാത്രി 65ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തും. ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ജാഗ്രത പുലർത്തും. ദൗത്യം നാളെ രാവിലെ 5:30 പുനരാരംഭിക്കും. ടീം 24 വയനാട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ പ്രത്യേക സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വ്യാഴാഴ്ച മുഖ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തും. അന്തർ സംസ്ഥാന വന്യജീവി പ്രശ്നങ്ങളെ ഏകോപിപ്പിക്കാൻ കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ സമിതി രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി നിലവിലുള്ള അന്തർ സംസ്ഥാന ഔദ്യോഗിക യോഗം ഉടൻ ചേരും. വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിക്കും. വയനാട്ടിൽ റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് എന്നിവരെ സംയോജിപ്പിച്ച് കമാൻഡ് കൺട്രോൾ സെന്റർ നടപ്പാക്കും. 2 പുതിയ RRTകൾ ഉടൻ പ്രവർത്തനമാരംഭിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ചു. എന്റെ ഡാഡിക്ക് സംഭവിച്ച ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല. വയനാട്ടിൽ ഞാൻ കരഞ്ഞ എത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. റേഡിയോ കോളർ സിഗ്നൽ ഡീകോഡ് ചെയ്യുന്നതിൽ സംസ്ഥാനത്തിന് സംഭവിച്ച വീഴ്ചയാണ് അജീഷിന്റെ മരണത്തിന് കാരണമായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇത്രയും ഒരു വിഷയം വരുമ്പോൾ, ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടോ? ഒന്നുമില്ല. അതേസമയം സർക്കാരിൻ്റേത് മനുഷ്യത്വരഹിതമായ നിലപാടാണെന്ന വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭകൾ. നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്.
അതിനിടെ വയനാട് പുൽപ്പള്ളി വാടാനക്കവലയിൽ കടുവ ഇറങ്ങി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കൂവപ്ലാക്കൽ ബിജുവിൻ്റെയും ഭാര്യ സ്വപ്നയുടെയും മുന്നിലേക്ക് കാട്ടുപന്നിയെ ഓടിച്ച് കടുവ എത്തിയത്. വനപാലകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ പിന്നീട് കടുവയെ കണ്ടെത്തി. കഴിഞ്ഞ 2 ആഴ്ചയായി കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് വനപാലകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം മേപ്പാടി മുണ്ടകയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. HML തേയില എസ്റ്റേറ്റിലാണ് ആന എത്തിയത്. വയനാട്ടിലെ കാട്ടാന ആക്രമണം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ടി സിദ്ദിഖ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. വന്യജീവികൾക്ക് മന്ത്രി സംരക്ഷണം കൊടുക്കേണ്ടത് കാട്ടിലാണ്, നാട്ടിലല്ലെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഴയാനയെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട, ജനങ്ങൾക്ക് അപകടത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട അതിർത്തി ജില്ലയാണ് സാർ വയനാട്. അവസാനിച്ചു. അതിർത്തി ജില്ലയാണ്. കർണാടക, തമിഴ്നാട് മുഴുവൻ വനമേഖല അന്തർ സംസ്ഥാന കോർഡിനേഷനെ കുറിച്ച് ഇന്ന് പറഞ്ഞത് ഈ മൊഴയാന വന്നതായ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ഈ ആന വന്ന സന്ദർഭത്തിൽ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അജി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഇപ്പം മരിക്കില്ല. കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസി കൊല്ലപ്പെട്ടതിൽ 1-ാം പ്രതി സർക്കാരാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് കുറ്റക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആനയെ ട്രേസ് ചെയ്യാനുള്ള പാസ്വേഡ് അടക്കം കിട്ടിയിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോഴുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. ഇനി അവർ മാവോയിസ്റ്റുകളാണ്, അവർ തീവ്രവാദികളാണ്, അവർ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ അവരുടെ മക്കിട്ട് കയറാൻ പോകണ്ട. അവരെ വെറുതെ വിട്. പാവങ്ങളാണ്, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളാണ്. സർ, ഞാൻ അവസാനിപ്പിക്കുക. ഇന്നലെ ദീപിക ഒരു മുഖപ്രസംഗം എഴുതി. അതിൻ്റെ ഹെഡിങ് എന്തായിരുന്നു അറിയാമോ? ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതിയെന്ന്. സർ, അത് തന്നെയാണ്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. വനം വകുപ്പിന്റെ ഉത്തരവാദിത്വം വന്യജീവികളെ സംരക്ഷിക്കലാണെന്നും മനുഷ്യരുടെ സുരക്ഷയിൽ വീഴ്ച വരുത്താറില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. സർ, ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്? 10 ലക്ഷം രൂപ കൂടുതൽ സംഖ്യ വേണമെന്നുള്ള ആവശ്യമൊക്കെ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ജോലി സാധ്യത പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും സഹായം നൽകാൻ കഴിയാൻ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ, സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. അറസ്റ്റ് തടഞ്ഞു, രേഖകൾ കൊടുക്കണം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കർണാടക ഹൈക്കോടതി. SFIO ആവശ്യപ്പെട്ട രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് കൈമാറണം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഹർജി വിധി പറയാൻ മാറ്റി. ഒരേ കേസിൽ 2 അന്വേഷണം നടത്തുന്നതിനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ അരവിന്ദ് ദത്താർ കോടതിയിൽ ചോദ്യം ചെയ്തത്. കമ്പനി നിയമപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം SFIO നടത്തുന്ന അന്വേഷണം നിയമവിരുദ്ധമാണ്. SFIO അന്വേഷണത്തിന് മുമ്പ് തന്നെ രജിസ്ട്രാർഡ് അന്വേഷണം ആരംഭിച്ചിരുന്നു. SFIയുടെ അന്വേഷണം 212 വകുപ്പ് പ്രകാരമാണ്. സഹാറ കേസിലെ പോലെ എക്സാലോജിക്കിൽ ഈ വകുപ്പ് ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ SFIO ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ K. അരവിന്ദ് കമ്മത്ത് കോടതിയെ അറിയിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് CMRL 135 കോടി സംഭാവന നൽകി. സേവനം നൽകാതെ 1.76 കോടി എക്സാലോജിക്കും കൈപ്പറ്റി. ഇൻകം ടാക്സ് രേഖകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണിതെന്ന് SFIO കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഹർജിക്കാരന് ചൂണ്ടിക്കാട്ടാം. ഈ ഘട്ടത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഹർജി നിലനിൽക്കില്ലെന്നും SFIO വാദിച്ചു. ഇരുവാദങ്ങളും വിലയിരുത്തിയ ശേഷമാണ് ജസ്റ്റിസ് നാഗപ്രസന്ന കേസ് വിധി പറയാനായി മാറ്റിയത്. വിധി വരും വരെ കടുത്ത നടപടികൾ വേണ്ടെന്നാണ് കോടതി നിർദ്ദേശം. ഇത് എക്സാലോജിക്കിലും വീണ വിജയനും ഒരു പരിധിവരെ ആശ്വാസമാണ്. എന്നാൽ SFIO ആവശ്യപ്പെടുന്ന രേഖകൾ ഈ കാലയളവിൽ തന്നെ നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ ആരോപണം നിയമസഭയിൽ വീണ്ടും ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ MLAയുടെ നീക്കം വിലക്കി സ്പീക്കർ.
വ്യക്തമായ രേഖകളില്ലാതെ ആരോപണം ഉന്നയിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. രേഖകൾ ഹാജരാക്കിയിട്ടും ആരോപണം ഉന്നയിക്കാൻ അനുമതി നിഷേധിച്ച സ്പീക്കറുടെ നടപടി അസാധാരണ നീക്കമെന്ന് മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി. നിയമസഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു. മുരളി പെരുന്നെല്ലിക്ക് ശേഷം മാത്യു കുഴൽനാടന്റെ സമയം. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനെ വിമർശിച്ച ശേഷം മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാനൊരുങ്ങി. ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു. ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കണം. മറ്റൊന്നും അത് ഡിനൈ ചെയ്തിരിക്കുന്നു. ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ്. പിന്നാലെ മാത്യുവിനെ തടഞ്ഞുള്ള സ്പീക്കറുടെ നീക്കം. വ്യക്തമായ രേഖകളില്ലാതെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ അറിയിച്ചതോടെ സഭയിൽ ബഹളം. വീണ്ടും ആരോപണം ഉന്നയിക്കാൻ ഒരുങ്ങിയ മാത്യു കുഴൽനാടന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്ന് നിയമസഭയുടെ വിശുദ്ധികളെ അനുവദിക്കില്ലെന്നും സ്പീക്കർ പ്രതികരിച്ചു. വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ്. രേഖകൾ ഹാജരാക്കണം. ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല. സോ ഐ കാന്റ് അലൗ. സോറി മാത്യു കുഴൽനാടൻ, സോറി. ഇതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമായിരുന്നുവെന്നും സ്പീക്കറുടേത് ജനാധിപത്യ വിരുദ്ധ സമീപനമായിരുന്നുവെന്നും മാത്യു കുഴൽനാടൻ വിമർശിച്ചു. പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോട്ടയത്ത് മാറ്റമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കേരള കോൺഗ്രസ് എം. സിറ്റിംഗ് MP തോമസ് ചാഴികാടൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയാകും. പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തുവെന്ന് ജോസ് കെ മാണി അറിയിച്ചു. ഇത്തവണയും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തോമസ് ചാഴികാടൻ 24നോട് പറഞ്ഞു. പതിവ് തർക്കങ്ങളും സസ്പെൻസും ഒന്നുമില്ലാതെയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയതിന് പിന്നാലെ പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ജോസ് കെ മാണി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MPയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ്. ജോസ് കെ മാണിയുടെ വിശ്വാസവും MP എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനവുമാണ് ചാഴിക്കാടന് വീണ്ടും ഒരു അവസരത്തിന് വഴി തെളിയിച്ചത്. വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അത് ഫലപ്രദമായി വിജയിച്ച് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സഹോദരന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്നാണ് ബാങ്കിംഗ് രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചാഴിക്കാടൻ ഇറങ്ങുന്നത്. 1991 മുതൽ 20 വർഷം ഏറ്റുമാനൂർ MLA ആയി. 2011-ലും 2016-ലും തോറ്റെങ്കിലും 2019-ൽ അപ്രതീക്ഷിതമായി പാർലമെന്റ് സീറ്റ് കിട്ടിയ ചാഴിക്കാടൻ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 24 കോട്ടയം. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന് സൂചന. രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്താനാണ് സാധ്യത. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും യോഗം ചേരുകയാണ്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NK പ്രേമചന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തതിൽ ഒരു തെറ്റുമില്ല. നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ കൈകൊടുത്തല്ലേ സ്വീകരിച്ചത്. മോദിയെ തൽക്കാലം തൊടാൻ ആർക്കും കഴിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒരു തെറ്റില്ല ആരുമായിട്ടും. ഞാൻ ചോദിച്ചേ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പോയി മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് കൈ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ പറ്റി ഒന്നും പറയാത്തന്നെ. നരേന്ദ്രമോദി ശക്തമായ ഒരു പ്രവർത്തനവും ഭരണവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഇളക്കാൻ ഇവരാരും വിചാരിച്ച് സാധിക്കില്ല. PC ജോർജിനെതിരെ മോശം പരാമർശവും SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു ഗതിയും കിട്ടാതെയാണ് PC ജോർജ് BJPയിലെത്തിയത്. പത്തനംതിട്ടയിൽ നിന്നല്ല എവിടെ നിന്നാലും PC ജോർജ് ജയിക്കില്ല. PC ജോർജിന് സീറ്റ് നൽകരുതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അവസരം പോലെ ഓരോരുത്തരും ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന PC ജോർജിൻ്റെ നിറവേറ്റ രാഷ്ട്രീയം കേരളം കണ്ടതാണ്. അതുകൊണ്ട് PC ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല. BJP അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥ്യം കൊടുത്താൽ ആ BJPയുടെ നിലവാരം വരെ താന്നു പോകും.
എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല BJPക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. വിദേശ സർവകലാശാലകൾ ഉടനില്ല. വിദേശ സർവകലാശാലകൾ അനുവദിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം CPM പുനഃപരിശോധിക്കുന്നു. വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും. CPIയുടെ വിയോജിപ്പ് കൂടി പരിഗണിച്ചാണ് തീരുമാനം. തുറന്ന ചർച്ചയാണ് വേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളിൽ വലിയ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് വിദേശ സർവകലാശാല വിഷയത്തിൽ CPIക്കുള്ള എതിർപ്പ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPMനെ അറിയിച്ചത്. ഇടതു നയത്തിന് വിരുദ്ധമായ വിദേശ സർവകലാശാല മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ നടപ്പാക്കാൻ കഴിയില്ലെന്ന് ബിനോയ് വിശ്വം MV ഗോവിന്ദനെ അറിയിച്ചു. കൂടുതൽ ചർച്ച ചെയ്ത ശേഷമേ നടപ്പാക്കൂവെന്ന് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞതായാണ് വിവരം. CPIയുടെ കടുത്ത എതിർപ്പുൾപ്പെടെ പരിഗണിച്ചാണ് CPIM പുനരാലോചനയ്ക്ക് തീരുമാനിച്ചത്. എക്സാമിൻ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കണോ അവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന നിലയിൽ തന്നെയാണ് വിദേശ സർവകലാശാലയും അതേപോലെ തന്നെ സ്വകാര്യ മൂലധന നിക്ഷേപവും വിദ്യാഭ്യാസ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. ഇടതു നയത്തിൽ വ്യതിയാനമുണ്ടായെന്ന വിമർശനമാണ് CPMനെ പ്രതിരോധത്തിലാക്കിയത്. പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്ത ശേഷം മാത്രം തുടർ നടപടി മതിയെന്നാണ് നിലവിലുള്ള തീരുമാനം. PB വിഷയം പരിഗണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും. അതേസമയം വിദേശ സർവകലാശാലകൾ വരുന്നതിനോട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ എതിർപ്പുണ്ടെന്ന് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. സർ, ഇതിനോട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. സർ, ഞങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ അനുമതി നൽകുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മറ്റ് രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്ത് കേരളത്തിൽ ഇപ്പം ജനങ്ങളില്ലാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത്. ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ വിദേശ സർവകലാശാല വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. 24 തിരുവനന്തപുരം. ബജറ്റിൽ പരിഗണന ലഭിച്ചില്ലെന്ന വിമർശനം ബജറ്റ് ചർച്ചയിലും ഉന്നയിച്ച് CPI. സപ്ലൈകോയെ രക്ഷിക്കാൻ 500 കോടി വകയിരുത്തി പ്രത്യേക പാക്കേജ് വേണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആവശ്യപ്പെട്ടു. സപ്ലൈകോയ്ക്ക് കൂടുതൽ തുക ധനവകുപ്പ് അനുവദിക്കണമെന്നായിരുന്നു PS സുപാലിന്റെയും EK വിജയന്റെയും ആവശ്യം. ബജറ്റിൽ CPIയുടെ വകുപ്പുകൾക്ക് അർഹമായ വിഹിതം ലഭിച്ചില്ലെന്ന വിമർശനം കഴിഞ്ഞ ദിവസം ചേർന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിലും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബജറ്റ് ചർച്ചയിലും CPI അംഗങ്ങൾ വിഷയം ഉന്നയിച്ചത്. സപ്ലൈകോ പ്രതിസന്ധിയിലാണെന്നും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. റവന്യൂ, കൃഷി ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് അധിക നീക്കിയിരിപ്പ് വേണമെന്നും ആവശ്യം. രൂപഭേദം വരുത്തിയതിനാൽ നെൽവയലുകൾ സമയബന്ധിതമായി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രായോഗികമായി സാധ്യമാകാത്ത സ്ഥിതിയാണ് നാളിതുവരെ നിലനിന്നത്. ഈ വിഷയം പരിഹരിക്കുന്നതിനായി ബജറ്റിൽ അനിവാര്യമായ ഒരു തുക റവന്യൂ വകുപ്പിന് വകയിരുത്തിയാൽ അനധികൃത ഭൂപരിവർത്തനം വരുത്തിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടപടി സ്വീകരിച്ച് പ്രസ്തുത തുക പിഴ സഹിതം തിരികെ സർക്കാരിന് വസൂലാക്കാവുന്നതാണ്. സപ്ലൈകോയിൽ പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും EK വിജയനും സപ്ലൈകോയ്ക്ക് കൂടുതൽ പണം നൽകി സഹായിക്കണമെന്ന് PS സുപാലും ആവശ്യപ്പെട്ടു. CPI ഭരിക്കുന്ന വകുപ്പുകൾ ബജറ്റിൽ അതൃപ്തരാണെന്നും ഇക്കാര്യം ഡെപ്യൂട്ടി സ്പീക്കറുടെ വാക്കുകളിൽ വ്യക്തമാണെന്നും രമേശ് ചെന്നിത്തല. CPIയുടെ അതൃപ്തി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നേതൃത്വം തുടങ്ങി. ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് CPIയുടെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം. ചില പ്രധാന ദേശീയ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. മഹാരാഷ്ട്രയിൽ കൊഴിഞ്ഞുപോക്ക്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ അശോക് ചവാൻ പാർട്ടി വിട്ടു. BJPയിൽ ചേർന്നേക്കുമെന്നാണ് സൂചന. അശോക് ചവാനൊപ്പം കോൺഗ്രസ് MLAമാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്നാണ് അഭ്യൂഹം. മിലിന്ദ് ദിയോറയ്ക്കും ബാബ സിദ്ദീഖിക്കും പിന്നാലെ ഒരു മാസത്തിനിടെ മഹാരാഷ്ട്ര കോൺഗ്രസിൽ പാർട്ടി വിടുന്ന മൂന്നാമത്തെ നേതാവാണ് അശോക് ചവാൻ. 2008 മുതൽ 2010 വരെ മുഖ്യമന്ത്രി, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ എന്നീ പദവികൾ അശോക് ചവാൻ വഹിച്ചിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടി വിട്ടതെന്ന് അശോക് ചവാൻ വ്യക്തമാക്കിയെങ്കിലും ഏതാനും നാളുകളായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ചവാൻ ഭിന്നതയിലായിരുന്നു. പാർട്ടിക്ക് വേണ്ടി സത്യസന്ധമായാണ് പ്രവർത്തിച്ചതെന്ന് അശോക് ചവാൻ.
ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് അശോക് ചവാന്റെ രാജി. നന്ദേഡ് മേഖലയിൽ ഏറെ സ്വാധീനമുള്ള അശോക് ചവാനൊപ്പം ചില MLA-മാരും പാർട്ടി വിട്ടേക്കുമെന്നാണ് അഭ്യൂഹം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിക്കാനിരിക്കുന്നത് കാത്തിരുന്ന് കാണാമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രതികരണം. 24 ഡൽഹി. നിതീഷിൽ വിശ്വാസം, പ്രതിപക്ഷത്ത് ചോർച്ച. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ നിയമസഭയിൽ വിശ്വാസം നേടി. 129 അംഗങ്ങളാണ് നിതീഷ് കുമാർ സർക്കാരിനെ പിന്തുണച്ചത്. RJDക്ക് കനത്ത തിരിച്ചടി നൽകി വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് 3 MLA-മാർ ഭരണപക്ഷത്തോടൊപ്പം ചേർന്നു. ബീഹാറിൽ മഹാസഖ്യത്തിനൊപ്പമായിരുന്ന നിതീഷ് കുമാർ കൂറുമാറി NDAയിലെത്തിയതോടെയാണ് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടേണ്ടി വന്നത്. പ്രതീക്ഷിച്ചതിലും 3 വോട്ടുകൾ കൂടുതൽ നേടി 129 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് നിതീഷ് വിശ്വാസം നേടിയത്. വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് സ്പീക്കർക്കെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 112-നെതിരെ 125 വോട്ടുകൾക്ക് പാസായി. വിശ്വാസ വോട്ടെടുപ്പിന് മുൻപായി MLA-മാരായ ചേതൻ ആനന്ദ്, നീലം ദേവി, പ്രഹ്ലാദ് യാദവ് എന്നിവർ മറുകണ്ഠം ചാടിയത് RJDക്ക് വലിയ തിരിച്ചടിയായി. RJD ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്നതെന്ന് നിതീഷ് കുമാർ നിയമസഭയിൽ തുറന്നടിച്ചു. मुस्लिम हिंदू का झगड़ा होता था, और जब हम आए तो हिंदू मुस्लिम का झगड़ा बंद कराए. कब हुआ था? आज तक भूल जाना है. अगर इतिहास जानो. ബീഹാർ ജനത നിതീഷ് കുമാറിനോട് ക്ഷമിക്കില്ലെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. मुख्यमंत्री जी तो इधर से उधर भाग गुना कर लेते हैं, जो करना है कर लेते हैं, लेकिन जनता के बीच तो आप विधायक के लोग न जाकर के जवाब देगा, तो आप ही लोग ना दीजिएगा. अब आपसे कोई पूछेगा काहे बताओ नीतीश जी 3 बार शपथ लिए तो क्या बोलिएगा? 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ 122 സീറ്റുകളായിരുന്നു ആവശ്യം. 24 ഡൽഹി. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി മന്ത്രിസ്ഥാനം രാജിവെച്ചു. അഴിമതി കേസിൽ 6 മാസമായി ജയിലിൽ കഴിയുകയായിരുന്നു. വകുപ്പില്ലാ മന്ത്രിയായി സെന്തിൽ ബാലാജി തുടരുന്നതിനെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഈ കോടതി വിമർശിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയാകുന്നു. ഇപ്പോഴാണ് രാജി ഉണ്ടാകുന്നത്. എന്താണ് ഈ കോടതി വിമർശനം മാത്രമായിരിക്കില്ലല്ലോ സെന്തിൽ ബാലാജിയെ ഒഴിവാക്കാനുള്ള സ്റ്റാലിന്റെ തീരുമാനത്തിന് പിന്നിൽ? മനസ്സിലാക്കുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരു ബ്ലാക്ക് മാർക്കായി തന്നെ നിൽക്കും എന്നുള്ള ഉത്തമ ബോധ്യം DMKയ്ക്കുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഈ ഒരു രാജി, കാരണം 6 മാസമായി വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നു. വിവിധ കോടതികൾ, അതായത് ജാമ്യഹർജിയുമായി പോയ കോടതികളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള വിമർശനം ഏൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. മദ്രാസ് ഹൈക്കോടതി തന്നെ നിരവധി തവണകളിലായി ഈ ജാമ്യഹർജി വരുന്ന സമയങ്ങളിലൊക്കെ വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നത് ശരിയല്ല പലതവണ പറഞ്ഞതുമാണ്. എന്നാലും ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു രാജി വരുന്നത്. മാത്രമല്ല, ജാമ്യഹർജികൾ തള്ളുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കോടതികളിലൊക്കെ പറഞ്ഞിരുന്നതും ഈ പറഞ്ഞ രീതിയിൽ വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ജാമ്യഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അടുത്തയാഴ്ച ജാമ്യഹർജി പരിഗണിക്കും. അതായത് റിമാൻഡ് കാലാവധി തീരുന്ന സമയത്ത് ആ ജാമ്യഹർജി കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു വളരെ വേഗത്തിലൊരു നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 6 മാസം വകുപ്പില്ലാ മന്ത്രിയായി തുടർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു രാജി. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത്. 6 മാസമായി ജയിലിൽ കഴിയുകയും എന്നാൽ വകുപ്പില്ലാ മന്ത്രിയായി മന്ത്രിസഭയുടെ ഭാഗമാവുകയും ചെയ്ത സെന്തിൽ ബാലാജിയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കോടതി വളരെ രൂക്ഷമായി സെന്തിൽ ബാലാജി ഇങ്ങനെ വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ മുഖം മിനുക്കൽ കൂടിയാകാം ഈ നീക്കത്തിന് പിന്നിലെന്നും സൂചനകളുണ്ട്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരുന്നു. GCC ഇന്ത്യ ട്രേഡ് അംബാസഡറായി മലയാളിയായ ഷിയാസ് ഹസൻ നിയമിതനായി. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഷിയാസ് ഹസൻ പറഞ്ഞു. GCC ഇന്ത്യ ട്രേഡ് അംബാസഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് ഷിയാസ് ഹസൻ. 5 വർഷത്തേക്കാണ് GCC ഇന്ത്യ ട്രേഡ് അംബാസിഡറായി ഷിയാസ് ഹസന്റെ നിയമനം. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. 2021 കോവിഡ് സമയത്ത് $87.4 ബില്യൺ GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം. ഇത് 2023 $184 ബില്യൺ വർദ്ധിച്ചു. വ്യാപാരം കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഷിയാസ് ഹസൻ 24നോട് പറഞ്ഞു. ഈ പദവി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതലും 2 രാജ്യങ്ങളും 2 റീജിയണും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും.
GCCയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് GCCയിലേക്കും ഉള്ള ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ തൊഴിലവസരങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതാണ്. ദുബായ് ആസ്ഥാനമായുള്ള റിച്ച്മോണ്ട് ഗ്രൂപ്പിന്റെയും മിഡിൽ ഈസ്റ്റ് ഓയിൽ ലിമിറ്റഡിന്റെയും ചെയർമാൻ കൂടിയാണ് ഷിയാസ് ഹസൻ. ട്രേഡ് അംബാസിഡറായി ഔദ്യോഗികമായി ചുമതലയേറ്റ ചടങ്ങിൽ GCC കൗൺസിൽ, ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ, വിദേശകാര്യ മന്ത്രാലയം എന്നിവയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നും വിവിധ ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. 24 ഡൽഹി. മൂന്നാർ ടൗണിൽ കാട്ടാന ഇറങ്ങി എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് ടൗണിൽ ഇറങ്ങിയത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ആനയെ ടൗണിൽ നിന്ന് തുരത്തിയിട്ടുണ്ട് എന്നുകൂടി അറിയുന്നു. പക്ഷേ പൂർണ്ണമായും ഈ ആന നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ, ജനവാസ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, എന്താണ് അവസ്ഥ? ഇത് ജനവാസ മേഖലയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? അപകടകാരിയാണോ? ഇതിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണോ? വിജയകുമാർ, നിലവിലൊരു ജനവാസ മേഖലയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു ചോല വനത്തിലേക്ക് ആന മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു അക്രമകാരിയായിട്ടുള്ള ആന ആയിരുന്നില്ല. 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ആന മൂന്നാർ മേഖലയിലേക്ക് എത്തിയിട്ട്. അതിന് മുൻപ് വരെ മാങ്കുളം മേഖലയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. ഇതിന് വന്ന് മൂന്നാറിൽ എത്തിയതിനു ശേഷം ആക്രമണം ഒന്നും കാണിച്ചിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഒരു കാറ് ആക്രമിക്കുകയും വലിയ ഒരു പരിഭ്രാന്തി ആ പ്രദേശത്ത് സൃഷ്ടിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ വനം വകുപ്പ് വാച്ചർമാരും ചേർന്ന് ആനയെ തുരത്താനുള്ള നടപടി സ്വീകരിച്ചത്. കൃത്യമായിട്ടും ഈ മൂന്നാർ ടൗണിൽ തന്നെ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആനകൾ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങി വന്നൊരു ശല്യം ഉണ്ടാക്കുന്ന ഒരു പതിവുള്ളതല്ല. പക്ഷേ ഈ ആന മൂന്നാർ ടൗണിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ദൃശ്യങ്ങളാണിത്. ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന ടൗണിൽ ഇറങ്ങി. നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ആനയെ ടൗണിൽ നിന്ന് തുരത്തിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ആനയായിരുന്നു. പക്ഷേ സമീപകാലങ്ങളിൽ ഇത് ചില ഘട്ടങ്ങളിലെങ്കിലും അക്രമത്തിന് മുതിർന്നിട്ടുണ്ട് എന്ന വിവരമാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.